ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഒരു നാടൻ വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. വിഭവം എന്ന് പറഞ്ഞാൽ ഇത് വാഴപ്പിണ്ടി കൊണ്ട് നമുക്കൊരു അടിപൊളി അച്ചാർ തയ്യാറാക്കിയെടുക്കാം. വാഴപ്പിണ്ടി അച്ചാർ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇതുവരെ? നമുക്കിന്ന് വാഴപ്പിണ്ടി കൊണ്ട് നല്ല ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പി എല്ലാവർക്കും കാണിച്ചു തരാവേ. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ഈ വാഴപ്പിണ്ടിയൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കാം. അതെന്തിനാന്ന് വെച്ചാൽ വാഴപ്പിണ്ടിയുടെ കറ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ റൗണ്ടിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള നൂല് നമ്മൾ ഇതുപോലെ കയ്യിൽ ചുറ്റി മാറ്റിയെടുക്കണം. ഇനി ഈ കഷ്ണങ്ങൾ നമുക്ക് ചെറിയ പീസുകളായിട്ട് വീണ്ടും അരിഞ്ഞെടുക്കേണ്ടതാണ്. അപ്പം മുഴുവനും നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഈ റൗണ്ട് പീസസ് ഇതുപോലെ അടുക്കി വെച്ചിട്ട് നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് അരിഞ്ഞ് കൊണ്ടുവരാം. പിണ്ടിയെല്ലാം അരിഞ്ഞ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാറിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 സ്പൂണ് കടുക്, ഒരു 1/2 സ്പൂണ് ഉലുവ, 1 സ്പൂണ് ജീരകം, ഒരു നുള്ള് പെരുംജീരകം, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതിന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇതുപോലെ കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി, ഒരുപാട് ഫൈൻ പൗഡർ ആക്കണ്ട. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരട്ടെ, എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതിലേക്ക് 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. 1/2 സ്പൂണ് കായപ്പൊടി, 1/4 സ്പൂണ് ഉപ്പ്, 1/2 സ്പൂണ് ആംചൂർ പൗഡർ, ഇത് പച്ചമാങ്ങ ഉണക്കി പൊടിച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് പിണ്ടി ചേർത്ത് കൊടുക്കാം. പിണ്ടിയൊക്കെ കഴുകി ഒരു അരിപ്പയിലൂടെ അരിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതെല്ലാം കൂടി ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കാരണം പിണ്ടിയിൽ ധാരാളം വെള്ളമുള്ളതാണ്. വെള്ളം പിണ്ടിയിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും ആവശ്യത്തിനുള്ളത്. മസാല എല്ലാം കൂടെ പിണ്ടിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും വെന്താൽ മതി. 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട. അച്ചാറിനുള്ളതല്ല, നമ്മൾ കടിക്കുമ്പോൾ കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കണം പീസസ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാലയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ.
ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വാഴപ്പിണ്ടി അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇത് നോക്ക്. അപ്പോൾ ഇതാ നമ്മുടെ വാഴപ്പിണ്ടി അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് പിണ്ടി കൊണ്ടുണ്ടാക്കിയ അച്ചാറാണെന്ന് ആർക്കും മനസ്സിലാവുകയില്ല. അപ്പം നമ്മൾ വാഴപ്പിണ്ടിയൊക്കെ തോരൻ വെച്ചൊക്കെ കഴിക്കാറുണ്ട് ധാരാളം. അതൊക്കെ കഴിച്ച് എപ്പോഴും ഒരേ രീതിയിൽ കഴിച്ച് നമുക്ക് ബോറടിക്കുകയാണെങ്കിൽ ഇതുപോലെ അച്ചാർ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് മിയ ഇൻ കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.